ഇന്ന് ഒത്തിരി നാളുകൾക്ക് ശേഷം ഒത്തിരി നാളായി എല്ലാവരും പറയുന്നത് സുധിമോളെ എന്താണ് സുധിമോള് ഡേ മൈ ലൈഫ് എടുക്കാത്തത് ചോദിക്കൊണ്ടത്. ഇന്ന് നമുക്ക് ഡേ മൈ ലൈഫാണ്. കൊച്ചുങ്ങൾ സ്കൂളിൽ പോയി ആ സമയത്ത് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, വരുമ്പോൾ തന്നെയുള്ളത് എടുക്കാം. രാവിലെ നമുക്ക് പുട്ടായിരുന്നു, പുട്ട് ചിരട്ടപ്പുട്ടാണ് കേട്ടോ. ചിരട്ടപ്പുട്ടാണ് കണ്ട ചിരട്ട. പണ്ടൊക്കെ ഈ അപ്പം കാണുമ്പോൾ എനിക്കൊരു ഓർമ്മ വരും. പണ്ടൊക്കെ ഞാനും കണ്ണനും ചിരട്ടക്കകത്ത് കുറേ ചെളിമണ്ണ് വാരിയിട്ടിട്ട് ടപ്പേ എന്നൊരു കമ്മത്ത് 2 മുട്ട് ഒരു പൊക്ക്. അപ്പോൾ ഈ സാധനം പോലെ ഇരിക്കും കേട്ടോ. അങ്ങനെയാണ് ഞാൻ ഈ സാധനം. ഞാൻ കറി നമുക്ക് ഉള്ളത്. പിന്നെ കറി എന്താണെന്ന് ചോദിച്ചാൽ പയറാണ്. എല്ലാവരും വെക്കുമല്ലോ കടലക്കറി വെച്ചല്ലേ. കടലക്കറിക്ക് പകരം പയറാണെന്ന് മാത്രം. ഇതാണ് കറി. ഇതുണ്ട് സെറ്റപ്പ് കറിയാണ്. ഇവിടെ നിൽക്കുമ്പോൾ തന്നെ മണം ഇങ്ങനെ പറക്കുകയാണ്. ഇതാണ് നമ്മുടെ ചിരട്ടപ്പുട്ടും വൺപയർ കറിയും. ശരിക്കും കടലക്കറി പോലെ തന്നെയാണ്. ടേസ്റ്റ് ചെയ്ത് നോക്കി അറിയാൻ പറ്റും. നല്ല കറിയാണ്, സൂപ്പർ കറിയാണ്. ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയാം, അഹങ്കാരം കൊണ്ട് പറയാം അല്ലയുടെ മോനെ, സൂപ്പറാണ്ട് കറിയാണ്, അടിപൊളി. ഇനി ഞാൻ പറഞ്ഞത് അടുത്ത് നമുക്ക് എന്തെങ്കിലും കുറച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ട്. രാവിലത്തെ വെച്ച് പാത്രം കഴുകാൻ കിടപ്പുണ്ട്. പേരൊക്കെ ഒന്ന് അടിക്കണം. പിന്നെ ഉച്ചക്കത്തെ സ്പെഷ്യൽ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നമ്മുടെ ഉച്ചക്കത്തെ ഊണാണ്. ഊണിൻ്റെ കുറച്ച് സ്പെഷ്യൽ സാധനങ്ങൾ എന്ന് വെച്ചാൽ കൂടുതലുണ്ട്. എന്നും ഒരു കറിയൊക്കെ ഉണ്ടാവുള്ളൂ, 1-2 കറി കൂടുതലുണ്ട്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്, ഞാൻ പറഞ്ഞുതരാം. കറികളൊക്കെ കൂടാൻ കാരണം എന്നാണ്. ഇപ്പോൾ ഇതിൻ്റെ ഉച്ചക്കത്തെ ഫുഡാണ് ഞാൻ എടുക്കുന്നത്. ഇന്നത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ സാധനങ്ങളൊക്കെയാണ്. ഇത് നെൽമണികളാണിത്, അല്പം നെൽമണികളാണിത്. അല്പം നെൽമണി എടുക്കാം. അതിന് ശേഷം വണ്ണം കുറയ്ക്കാൻ പറഞ്ഞേക്കാണ് കേട്ടോ എൻ്റെ അടുത്ത്. എല്ലാവരും ഓവർ വണ്ണമാണ്. എരുമണി പോലെ ഇരുന്ന് പെണ്ണുപിള്ളയായിരുന്നു, ഇപ്പോൾ ഒരുമാതിരി ആൽമരം പോലെ ആയെന്നൊക്കെ പറയുന്നത് കേട്ടോ. ആൾക്കാരുടെ കമൻറ്റ് കൊടുക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വണ്ണമൊക്കെ കുറയ്ക്കാനുള്ള പരിപാടിയാണ്. പിന്നെ നമുക്കുള്ളത് അല്പം കൂർക്ക മെഴുക്കുരട്ടിയാണിത്. സ്പെഷ്യൽ ഐറ്റമാണ് ഇതൊക്കെ. ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ഇതൊക്കെ ഭയങ്കര സ്പെഷ്യലായിട്ടുണ്ട്. ഇനിയുള്ളത് മോര് കറിയാണ്. അല്പം മോര് കറി ഇങ്ങനെ ഒഴിക്കാം, സഹിക്കാൻ പറ്റുന്നില്ല. അതിന് ശേഷം സ്പെഷ്യൽ എൻ്റെ കോട്ടയം സ്റ്റൈൽ സുധിമോൾ എംസിയുടെ മീൻ കറിയിലെ ഇന്നലെ വൈകിട്ട് വറ്റിച്ച് വെച്ചാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ഇരിപ്പുണ്ട്. ചൂരയാണ് കറി. 2 കഷ്ണം ഇട്ട് വെക്കുക, ചാറെടുക്കുക, ഇത്ര ഉള്ളു. ഇതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യല്. ഈ സ്പെഷ്യലിൻ്റെ പ്രത്യേകത ഒരാൾ അകത്തിരിപ്പുണ്ട്, കാണിച്ചത്. അബ്ദുൽ സലാം. എല്ലാവർക്കും ഇതിന് മുന്നേ കണ്ടു പരിചയമുണ്ട്. ആളിടക്കൊക്കെ വരാറുണ്ട് ഇവിടെ, അല്ലേ, പാലക്കാടുന്ന്. അപ്പൊ ഇന്നും ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നായിരുന്നു. അപ്പൊ ഞങ്ങൾ പറഞ്ഞു എന്നാൽ വേറെ ഒന്നും സ്റ്റേ ചെയ്യണ്ട, നമ്മുടെ വീട്ടിലോട്ട് വന്നാൽ മതി, ഇവിടുന്ന് പോകാമെന്ന് പറഞ്ഞു. അത് ഞങ്ങള് വിളിച്ചു വരുത്തിയേക്കുന്നതാണ് കേട്ടോ. നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റ് ആണ്. ഫുഡും കിട്ടി. അതായത് സുധിമോളുടെ സ്പെഷ്യൽ ഐറ്റംസ്, വൻപയർ കറി, ഇന്നലത്തെ കേരമീന്റെ കറി, അതുപോലെ മറ്റേ മെഴുക്ക് വരട്ടി, നമ്മുടെ കൂർക്ക മെഴുക്ക് വരട്ടി, നല്ല ചോറ്, അതൊക്കെ നന്നായിട്ടുണ്ടായിരുന്നു. നല്ല കൈപ്പുണ്യമുള്ള ആളാണ് എന്റെ ഭക്ഷണം. പ്രത്യേകിച്ച് കഴിച്ചെന്നെ നോക്കണം, അടിപൊളിയായിട്ടുണ്ട്. എപ്പോഴും വീഡിയോയില് കാണിക്കുന്നുണ്ട്, അതായത് ഓരോ കറികൾ ഉണ്ടായി കാണിക്കുന്നുണ്ട്. പക്ഷെ അത് രുചിച്ചു നോക്കാൻ ഭാഗ്യം എനിക്ക് കിട്ടി. അപ്പൊ എല്ലാവരോടും ഞാനത് അറിയിക്കണം. നന്നായിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. താങ്ക് യു. ഈ രേഷായി മാത്രമേ ഉള്ളൂ ഈ ലോകത്തിൽ എന്റെ കറിക്ക് കുറ്റം പറയാത്ത ഒരു മനുഷ്യൻ തോന്നുന്നത്. അതുപോലെ ഇന്നലെ ഒരു ബീൻസിന്റെ ഒരു മറ്റേ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, ഇന്നലെ രാത്രി കഴിച്ച സമയത്ത്. അത് നന്നായിട്ടുണ്ടായിരുന്നു, നല്ല സ്പെഷ്യൽ ആയിട്ടുണ്ടായിരുന്നു. നമ്മള് സദ്യക്കൊക്കെ വിളമ്പുന്ന പോലെ ഒരു സ്പെഷ്യൽ ആയിരുന്നു. സൂപ്പർ. ഈ മനുഷ്യൻ മാത്രമാണ് എന്റെ കറിക്ക് കുറ്റം. ഞാനിത് പോയിത്താൻ വേണ്ടി പറയുന്നില്ല, കഴിച്ച ടേസ്റ്റാണ് ഞാൻ പറയുന്നത്. നമ്മളൊരു ഭക്ഷണം കടയിൽ പോയി കഴിച്ചാൽ എങ്ങനെ ഉണ്ടാവും, അതാണ് അടിപൊളിയായിട്ട്. താങ്ക് യു. ഈ രേഷട്ടെ മാത്രമല്ല ഇങ്ങനെ കുറ്റം പറയുന്നത്. ഈ മനുഷ്യൻ ഇങ്ങനെയാണ് വിളമ്പി എന്തെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ട് ഉറക്കളച്ച് നേരം വെളുത്തിരുന്ന് ഉണ്ടാക്കി ഈ മനുഷ്യൻ വിളമ്പി കട്ടിലെ കൊണ്ട് കൊടുത്തു കഴിയുമ്പോൾ ഇങ്ങനെ ഒരു ചീഞ്ഞ ഡയലോഗുണ്ട്. ഇത് എല്ലാത്തിനും ഉപ്പുമില്ല മുളകുമില്ലെന്ന് ഒരു ഡയലോഗുണ്ട്. പക്ഷെ എന്നാ ഇഷ്ടമില്ലാത്തൊരു സാധനം കൊള്ളുക അല്ലെങ്കിൽ ആ സാധനം വേണ്ട എന്ന് വെക്കണം. സ്വാഭാവികം അങ്ങനെയല്ലേ ഇപ്പൊ മനസ്സിലായില്ല ആടെ സ്വഭാവം എന്തായാലും. ഓക്കെ, പറഞ്ഞത് ശരിയാണോ? 17 വർഷമായിട്ട് ഇത് തന്നെയല്ലേ കഴിക്കണം. അതാണ് പിന്നെ ഞാനൊരു 17 വർഷമായിട്ട് ഞാൻ ഈ മോൻ തന്നെ ഡെയിലി കണ്ടോണ്ടിരിക്കുന്നത്. എനിക്ക് പോകാണ്ടിരിക്കുന്നില്ലല്ലോ. കുറച്ച് പാത്രം കഴുകാണ്ടായിരുന്നു, അതൊക്കെ ഞാൻ കരിമീനായിട്ട് വെച്ച് കേട്ടോ. പിന്നെ ഒരു പ്രത്യേകത ഞാൻ കാണിക്കാൻ കേട്ടോ. കോട്ടയംകാർക്കൊക്കെ അറിയാൻ പറ്റുമെന്ന് തോന്നുന്നു. ഏകദേശം ആൾക്കാർക്ക് അറിയാൻ പറ്റുമായിരിക്കും.
കുറച്ച് പേർക്ക് അറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയാണ് കേട്ടോ ഞങ്ങൾ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. നമ്മളിതേ ഇപ്പൊ നമ്മളിതേ ഈ പാത്രത്തിന്റെ കളർ കണ്ടോ, വെളുത്താണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും ഒരു ഗ്ലേസിങ് ഇല്ല ഈ പാത്രത്തിന്. എങ്ങനെ ഗ്ലേസിങ് വരുത്താന്നാണ് ഞാൻ കാണിക്കുന്നത്. അതെ, ഇതുപോലത്തെ ഒരു കമ്പി മേടിക്കുക. എന്നിട്ട് പറയുന്നത് കമ്പി അല്ലല്ലോ, സ്ക്രബർ എടുക്കുക. അതിനുശേഷം നമ്മൾ കുളിക്കുന്ന ഒരു കുളിസോപ്പ് എടുക്കുക. അത് ഏത് കുളിസോപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കുളിക്കുന്ന ബാത്റൂമിൽ ഇരിക്കുന്ന സോപ്പ് എടുത്തുകൊണ്ട് തേച്ച് തീർത്ത് കെട്ടിയോടെ കഴിഞ്ഞ് ഇടിമടിച്ചെന്ന് പറഞ്ഞ് ആരും വേണ്ട ചീത്ത വിളിക്കരുത്. സോപ്പ് എടുക്കുക. അതേ കുറച്ച് സോപ്പ് ഇങ്ങനെ അതിൽ പറ്റിച്ചിങ്ങനെ എടുക്കണം. എന്നിട്ട് ഇതിങ്ങനെ വെള്ളം ചേർത്ത് വെച്ച് ഒന്ന് ജസ്റ്റ് ഒന്ന് കൈ അമർത്തി തേച്ച് നോക്കണേ. അതെ, തേച്ചിട്ടുണ്ട്. ആദ്യം കണ്ട കളറല്ല ഇതിപ്പം നമ്മുടെ വടചട്ടിയില്ലേ, കഞ്ഞിപ്പാത്രത്തിനെ ബ്യൂട്ടീഷ്യൻ ചെയ്യുകയാണ് കേട്ടോ. ഇത് ബ്യൂട്ടീഷ്യനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാണിച്ചു തരാം കേട്ടോ. നന്നായിട്ട് കഴുകിയെടുക്കണം. ഇപ്പം തന്നെ അറിയാൻ പറ്റും ഇതിൻ്റെ ഗ്ലേസിങ് എന്തോരം ഉണ്ടെന്ന്. കണ്ട, നമ്മൾ ആദ്യം കണ്ട ഒരു പാത്രത്തിൻ്റെ കളറാണ് ഇത്. കണ്ട പുതിയ ഇപ്പം മേടിച്ചൊരു പാത്രം പോലെ ഇരിക്കുന്നത്. ഈ പാത്രം ഞാൻ മേടിച്ചിട്ട് ഇപ്പോൾ 16 വർഷത്തോളമായി കഞ്ഞിപ്പാത്രം മേടിച്ചിട്ട്. പക്ഷെ ഇപ്പോഴും നല്ല ഗ്ലേസിങ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ. 17 വർഷം പഴക്കമുള്ള പാത്രമായിട്ട് തോന്നുന്നു. ഞാനിതിങ്ങനെയാണ് പാത്രം എല്ലാം കഴുകുന്നത്. ചായപാത്രമൊക്കെ പുത്തനായിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പം ഞാൻ ഇങ്ങനെയാണ് കേട്ടോ തേക്കണത്. പിള്ളേർ വരാനായിട്ടുണ്ട്. എൻ്റെ പാത്രത്തിൻ്റെ കളർ കണ്ടോ. അപ്പോൾ ഇച്ചിരി ചായ വെച്ചേക്കാം. പിള്ളേർ വരുമ്പോൾ തന്നെ ഇച്ചിരി ചായ കൊടുക്കണമെങ്കിൽ കൊടുത്തേക്കാം. അപ്പോൾ സലാം കുറച്ച് വെറൈറ്റി പലഹാരങ്ങളൊക്കെ അവിടെ കൊണ്ടുവരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അത് കുറച്ച് ചെറിയ ചായ പരിപാടികളെ കഴിഞ്ഞിട്ട് ക്ലോസ് ചെയ്യും. ഇതൊക്കെയാണ് ഗായ്സ്. ഹായ് കൊടുക്കും വീഡിയോ. ചിരിച്ചുല്ലസിച്ച് കയറുന്നുണ്ടല്ലേ. പറ നമ്മുടെ എല്ലാവരുടെ മേലും പറ. എന്ത് പറയാൻ, ഇച്ചിരി കുറിയൊക്കെ തൊട്ട് സുന്ദരിമാരായിട്ടുണ്ട്. ക്ഷീണിച്ചൊക്കെ വന്നിട്ടുണ്ട്. ഇവരുടെ പ്രത്യേകത എന്താ പറയുക, ഇവിടുന്ന് ഒരു സ്റ്റോപ്പ് അപ്പുറമാണ് സ്കൂള്. നമ്മളിപ്പോൾ താമസിക്കുന്ന ഇടത്തുനിന്ന് ഒരു സ്റ്റോപ്പ് അപ്പുറമാണ് നമ്മുടെ സ്കൂള്. അപ്പോൾ രാവിലെ അപ്പം വണ്ടിക്കാശ് കൊടുക്കും. ഒരാൾക്ക് 10 രൂപ വെച്ച് ST ആണ് എങ്കിലും 1 രൂപ മിഠായി മേടിച്ചോട്ടെന്ന് പറഞ്ഞുകൊണ്ട് 10 രൂപ ഡെയിലി ഒരാൾക്ക് 10 രൂപ വെച്ച് ഇങ്ങോട്ട് നോക്ക് കൊടുക്കാറുണ്ട്. എന്നിട്ട് ഇവളുമാരുടെ പരിപാടി എന്നാന്ന് ചോദിച്ചാൽ സ്കൂളിൽ അങ്ങോട്ട് ബസ്സിന് പോകും, ഇങ്ങോട്ട് ആ സ്റ്റോപ്പ് ഒരു സ്റ്റോപ്പ് ഇങ്ങോട്ട് നടക്കും കുറെ കൂട്ടുകാരുമായിട്ട്. അത് സിപ്പും മരുന്ന് കുടിച്ച് വരും. അത് കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ചേട്ടാ ബാങ്കിൽ പോയിട്ട് വരുന്ന കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റില്ലായിരുന്നു. ബാങ്കിൽ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾ നോക്കുമ്പോഴത്തേക്കും സ്റ്റോപ്പ് 2 സ്റ്റോപ്പിന്റെ പകുതിക്ക് വെച്ച് ഇവർ നിൽക്കുന്നു. എന്താണ് കൂട്ടുകാരായിട്ട് സിപ്പം കുടിച്ച് വരുക. അവ ഞാൻ ചോദിച്ചപ്പോ ഡെയിലി ഇങ്ങനെയാണെന്ന്. അങ്ങനത്തെ പീസുകളാണ് ഈ മുതലുള്ളത്. ശരി സമ്മതിച്ചു. വൈകുന്നേരത്തെ ചായ ആയി. കൊച്ചുങ്ങൾ ചായ എടുത്തു. ഇതെല്ലാം സലാം കൊണ്ടുവന്നാണ് കേട്ടോ. അവിടുത്തെ സ്പെഷ്യൽ മിച്ചറാണ് കേട്ടോ, കട്ടൻ ചായ. അപ്പൊ ആൾക്കാർ വിചാരിക്കരുത് ഇതെന്താണ് നിലത്ത് കൊണ്ടുപോയിരുത്തേക്കുന്നത്. സലാം ഇതാണ് ഇഷ്ടം. ഇടാതെ തന്നെ ഇങ്ങനെ നിലത്തിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം. അതുകൊണ്ടാണ് ഞങ്ങൾ നിലത്തിരുന്നത്. അല്ലെങ്കിൽ ഗസ്റ്റിനെ കൊണ്ടുവന്നെ നിങ്ങൾ എന്നെ പറമ്പിൽ എത്തിയേക്കുന്നൊന്നും ഓർത്തേക്കരുത്. സലാമിന്റെ ഇഷ്ടം അതായതുകൊണ്ടാണ് അങ്ങനെ ഇരുന്നത് കേട്ടോ. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് അടിക്കണം, കമന്റ് അടിക്കണം. താങ്ക് യു പറയട്ടെ. ഓക്കെ, താങ്ക് യു.